1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. റോഡ് പൊളിഞ്ഞ് അപകടക്കണിയായതിനു പുറമെ എടവണ്ണ ടൗണിൽ ഗതാഗത കുരുക്കും. സംസ്ഥാന പാതയിൽ റോഡ് പൊളിഞ്ഞ ഭാഗത്ത് മുൻകരുതലിന്റെ ഭാഗമായി ഡിവൈഡറുകൾ വെച്ചതോടെയാണ് ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ചിട്ട ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് റോഡ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമായത്. തുടർച്ചയായി മഴ പെയ്യുന്നതോടെ ഇവിടെ വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കുഴി അറിയാതെ എത്തുന്ന വാഹനങ്ങൾക്ക് ഇത് ഭീഷണിയാണ്. ഇതോടെയാണ് രണ്ട് ഭാഗത്തും മുൻകരുതലിന്റെ ഭാഗമായി ഡിവൈഡറുകൾ വെച്ചത്. ഇതോടെ സ്ഥലത്ത് ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വണ്ടി ആക്സിഡന്റ് ഉണ്ട്. ഇതൊന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കുടിവെള്ള പദ്ധതിക്കായി റോഡിന്റെ ഇരുവശങ്ങളിലും നീളത്തിൽ കുഴിച്ച കിടങ്ങുകൾ കാരണം കഴിഞ്ഞ വർഷം എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുഴിയിൽ വീണ് നിരവധി ബൈക്ക് അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികളും നാട്ടുകാരും വ്യാപാരികളും വിവിധ സർക്കാർ കാര്യാലയങ്ങൾ കയറിയിറങ്ങുന്നുണ്ട്. ജല അതോറിറ്റിയും PWDയും പരസ്പരം പഴിചാരുകയല്ലാതെ ഇതിനൊരു പരിഹാരം ഇതുവരെ കാണാനായില്ലെന്നും ഇനിയും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഇ സുൽഫിക്കർ പറഞ്ഞു. കാരണം കുറേ കാലങ്ങളായിട്ട് ഇവിടെ പൈപ്പ് കുടിവെള്ള പദ്ധതിക്കുമായി നമ്മുടെ പൈപ്പിൽ കീറാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പ് കീറിയ ഭാഗം ഇതുവരെ ഡാറ് ചെയ്യാനോ അതുപോലെ തന്നെ അതൊരു കുഴി നികത്താനോ ഇവർ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള അവസ്ഥ ഇവിടെ വന്നിട്ടുള്ളത്. പല പ്രാവശ്യം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണണമെന്ന് അവരോട് ആവശ്യപ്പെട്ടതാണ്. ഇത് തുടക്കത്തിൽ തന്നെ എടവണ്ണയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കാല് മുറിയേണ്ട അവസ്ഥ വരെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനൊന്നും അതൊക്കെ സംഭവിച്ചിട്ടും ഈ ഒരു അവസ്ഥക്ക് പരിഹാരം കാണാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ഇപ്പം ഒരു വലിയൊരു തോട് തന്നെ എടവണ്ണ ടൗണിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ അവർ പറയുന്നത് കുറച്ച് കോറിബേഷ് കൊടുന്ന് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നത്, പക്ഷേ വേണ്ട, അത് അവർ കോൺക്രീറ്റ് ചെയ്തേണ്ട പ്രശ്നത്തിനുള്ള പരിഹാരം മുഴുവൻ പ്രശ്നം പരിഹരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇന്ന് ഇതിനൊരു പരിഹാരം ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ നാളെ ഇവിടുത്തെ മൊത്തം ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പ്രശ്നം പരിഹരിക്കുന്നില്ല എങ്കിൽ റോഡ് ഉപരോധം വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിഷേധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.